ആരാധനാലയ നിയമം റദ്ദാക്കണമെന്ന ആവശ്യത്തെ എതിർത്ത് CPIM സുപ്രീം കോടതിയിൽ. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടാണ് കക്ഷി ചേരാൻ അപേക്ഷ നൽകിയത്. ഇന്ത്യയുടെ മതേതരത്വത്തെ സംരക്ഷിക്കുന്നതാണ് ആരാധനാലയ സംരക്ഷണ നിയമമെന്നാണ് ഹർജിയിലെ CPIMന്റെ വാദം. വിവരങ്ങളുമായി ഷപ്ന സിയാദ് ചേരുന്നു ലീഗൽ ഡെസ്കിൽ നിന്നും. ഷപ്ന, ആരാധനാലയ സംരക്ഷണ നിയമം എന്താണ്? ഇപ്പോൾ CPIM അതിൽ കക്ഷി ചേരാൻ ഒരുങ്ങുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, 1991 ആരാധനാലയ നിയമം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് ഒരു കൂട്ടം ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. BJP നേതാവ് അശ്വിനികുമാർ ഉപാധ്യായ ഉൾപ്പെടെയുള്ളവരാണ് ഹർജിയുമായി കോടതിയെ സമീപിച്ചത്. ഈ ഹർജിയിലാണ് ഇപ്പോൾ CPIM കക്ഷി ചേർന്നിട്ടുള്ളത്. പ്രകാശ് കാരാട്ടാണ് ഇത്തരം ഒരു ഹർജിയുമായി കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ആരാധനാലയ നിയമം ഇന്ത്യയുടെ മതേതര അടിത്തറ സംരക്ഷിക്കുന്നതാണെന്നാണ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഈ അപേക്ഷയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ആരാധനാലയ നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്താണ് ഈ ഹർജികൾ നൽകിയിട്ടുള്ളത്. ഈ ഹർജികൾ തള്ളണം എന്നൊരാവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. ആരാധനാലയ നിയമത്തിനെതിരായ ഹർജികൾ പരിഗണിക്കാൻ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസമാണ് ഒരു പ്രത്യേക ബെഞ്ച് രൂപപ്പെടുത്തിയത്. ഈ ബെഞ്ചിൽ ഇതിന്റെ അധ്യക്ഷനായി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും അതുപോലെ ജഡ്ജിമാരായ സഞ്ജയ് കുമാർ, KV വിശ്വനാഥ് ഇവരടങ്ങുന്ന 3-അംഗ ബെഞ്ചാണ് ഈ വിഷയം പരിഗണിക്കുന്നത്. ഇതിനുവേണ്ടി പ്രത്യേകമായി സിറ്റിംഗ് നടത്തും എന്നും കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. മറ്റന്നാൾ വൈകിട്ട് 3:30-ക്കായിരിക്കും ഈ പ്രത്യേക ബെഞ്ചിന്റെ സിറ്റിംഗ്. ഇതിനിടെയാണ് ഇപ്പോൾ CPIM ഇത്തരത്തിലൊരു ഹർജിയുമായി കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ആരാധനാലയ സംരക്ഷണ നിയമം റദ്ദാക്കരുത് എന്നാണ് CPIM ആവശ്യപ്പെടുന്നത്. ഷപ്ന സിയാദാണ് ലീഗൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.